ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ഇന്നലെ കോങ്ങിൻ്റെയും ഗോഡ്സില്ലയുടെയും കഥ പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കാതെ നേരെ കഥയിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ തല്ലിക്കൊല്ലുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേഗം കഥയിലേക്ക് പോയേക്കാം. ഗോഡ്സില്ലയുമായിട്ടുള്ള യുദ്ധത്തിൽ കോങ് തളർന്നു വീണു. കോങ്ങിനെ അന്റാർട്ടിക്കയിലേക്ക് എത്തിക്കാൻ മറ്റൊരു വഴി തേടുകയാണ് നാഥനും സംഘവും. അതിനിടയിൽ മാഡിസണും പേണിയും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് തകർന്നടിഞ്ഞ അപ്പെക്സ് കമ്പനിയുടെ ബേസിലേക്ക് പോകുന്നു. അപ്പെക്സ് കമ്പനിയുടെ ഒരു ചേംബറിനുള്ളിൽ അവരെത്തിച്ചേർന്നു. അതിനുള്ളിൽ നിറയെ സ്കൈ ക്രോളർ എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ മുട്ടയാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇവരൊക്കെ നിൽക്കുന്ന ആ ക്യാബിൻ അഥവാ ഒരു കണ്ടെയ്നർ മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവരതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ശരിക്കും അത് അപ്പെക്സ് കമ്പനിയുടെ ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡാണ്. അതുവഴി ഹോങ്കോങ്ങിലുള്ള ബേസിലേക്ക് ഈ മുട്ടകളും ആ ക്യാബിനറ്റും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് അവർ അണ്ടർഗ്രൗണ്ടിലൂടെ. നമ്മുടെ മാഡിസണും കൂട്ടരും അതിനുള്ളിൽ അകപ്പെടുകയും ചെയ്യുന്നു. കോങ്ങിനെ കൊണ്ടുപോകുന്ന ആ കപ്പൽ വീണ്ടും ഓൺ ചെയ്താൽ ഗോഡ്സില്ല അങ്ങോട്ടേക്ക് വരും. വീണ്ടും ആക്രമണം ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെലികോപ്റ്ററൊക്കെ വെച്ച് വലയുടെ സഹായത്തോടെ കോങ്ങിനെ അന്റാർട്ടിക്കയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ അന്റാർട്ടിക്കയിലുള്ള അപ്പെക്സിന്റെ ബേസിലെത്തുന്നു. അവിടെയാണ് ഹോളോ എർത്തിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ജിയക്കുട്ടിയെ കൊണ്ട് സൈൻ ലാംഗ്വേജിൽ കോങ്ങിനെ കൊണ്ട് ആ എൻട്രൻസിലൂടെ അകത്തേക്ക് പോകാൻ പറയിക്കുന്നു. ജിയ പറയുന്നതനുസരിച്ച് കോങ് ആ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നു. കോങ്ങിന് തൊട്ടു പിന്നാലെ തന്നെ മായയും മായയുടെ ആൾക്കാരും നേതനും അയലിനും ജിയയും ഒക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കിടലിക്കാച്ചി വിമാനമില്ലേ, അതിൽ കയറിയിട്ട് കോങ്ങിനെ പിന്തുടർന്നു കൊണ്ടുപോകുന്നു. കോങ് ഒരു പോർട്ടലിലൂടെ ഉള്ളിലേക്ക് പോകുന്നു. ആ വിമാനവും അതിനുള്ളിലൂടെ തന്നെ ഉള്ളിലേക്ക് കടക്കുന്നു. പ്രകാശത്തേക്കാൾ വേഗത്തിൽ അവർ സഞ്ചരിക്കുന്നു. അങ്ങനെ അവർ ഹോളോ എർത്തിൽ എത്തിച്ചേരുന്നു. ഹോളോ എർത്തിലേക്ക് കടന്നതോടെ ആന്റി ഗ്രാവിറ്റി ഇവരുടെ വാഹനത്തെ പിടിച്ചു കുലുക്കാൻ തുടങ്ങുന്നു. വിമാനം വേലയും താഴെയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളില്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒടുവിൽ ആ സംഘത്തിന് ആന്റി ഗ്രാവിറ്റിയുടെ മേലെ ഒരു കൺട്രോൾ ലഭിക്കുന്നു. ഇപ്പോൾ വാഹനം സ്മൂത്തായിട്ട് ഹോളോ എർത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോളോ എർത്തിൽ ഒരുപാട് മോൺസ്റ്റർ ടൈറ്റൻസ് ഉണ്ട്. അതിൽ ഒരു ഡ്രാഗണെ പോലുള്ള വലിയ ജീവി ഇവരുടെ ഫ്ലൈറ്റുകളെ ആക്രമിക്കുന്നു. പക്ഷേ നമ്മുടെ കോങ് വെറുതെ വിടുക. അതിൻ്റെ വാല് പിടിച്ച് തുണി അലക്കുന്നത് പോലെ നിലത്തിട്ട് ടപാ ടപാ ടപാന്ന് അടിക്കുന്നു. പക്ഷേ ആ ഡ്രാഗൺ കോങ്ങിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കോങ്ങിനെ ചുറ്റി വരിഞ്ഞു പിടിക്കുന്നു. അപ്പോൾ ഫ്ലൈറ്റിലുള്ളവർ മിസൈലൊക്കെ അയച്ച് കോങ്ങിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് കോങ് ആ ഡ്രാഗണിൻ്റെ തല പിടിച്ച് പിഴുത് പീസാക്കുന്നു. ശേഷം കോങ് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെയും കൊണ്ടുപോകുന്നു. അതേസമയം മാഡിസണും സംഘവും ഹോങ്കോങ്ങിലുള്ള അപ്പെക്സ് ബേസിലേക്ക് എത്തുന്നു. അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിത്തിരിഞ്ഞ് അവസാനം അവരൊരു സ്ഥലത്തെത്തുന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ 3 പേരും ഞെട്ടിപ്പോയി. അവിടെ ഗോഡ്സില്ലയെ പോലുള്ള വലിയൊരു മോൺസ്റ്റർ ഇരിക്കുന്നു. പക്ഷേ അത് ജീവനുള്ളതല്ല, ഒരു റോബോട്ട് ഗോഡ്സില്ല. അതിൻ്റെ പേര് മെക്ക ഗോഡ്സില്ല. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയോ? നമ്മുടെ ആദ്യം പറഞ്ഞ റെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ലേ, അതായത് നമ്മുടെ അപ്പെക്സിൻ്റെ സിഇഒയുടെ കൂടെയുണ്ടായിരുന്നവൻ, ടെക്നോളജി ഉപയോഗിച്ച് അവൻ്റെ മനസ്സുപയോഗിച്ചാണ് ഈ മെക്ക ഗോഡ്സില്ല വർക്ക് ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്ത് നിന്നും അയാൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം പല യന്ത്രങ്ങളുടെ സഹായത്തോടെ. പെട്ടെന്ന് ആ മെക്ക ഗോഡ്സില്ല ഓണാവുന്നു. അപ്പെക്സ് കമ്പനിയുടെ സിഇഒ അതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുകയാണ്. ആ മെക്ക ഗോഡ്സില്ലയുടെ കണ്ണിൽ ഓർക്ക എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മെഷീനില്ലേ, അതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ മെക്ക ഗോഡ്സില്ലയുള്ള ആ സ്ഥലത്ത് ഒരു മോൺസ്റ്ററിനെ അപ്പെക്സ് കമ്പനി റിലീസ് ചെയ്യുന്നു. ആ സ്ഥലത്ത് തന്നെയല്ലേ നമ്മുടെ മാഡിസണും സംഘവും ഉള്ളത്. അവർ ആ മോൺസ്റ്ററിനെ കണ്ട ഉടനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. അവസാനം ഇങ്ങനെയൊക്കെ കൂടി ആ മോൺസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോൾ മെറ്റാഗോഡ്സിൽ എന്ത് ചെയ്തു എന്നറിയോ? ആ മോൺസ്റ്ററിനെ പിടിച്ച് പടാ 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 എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു. അതിനുശേഷം മെറ്റാഗോഡ്സില്ല തൻ്റെ വായിൽ നിന്ന് ആ മോൺസ്റ്ററിൻ്റെ വായിലേക്ക് തീ തുപ്പുന്നു. അതോടെ ആ മോൺസ്റ്റർ 2ആയിട്ട് പിളർന്നു പോകുന്നു. സോ ഈ ടെസ്റ്റ് അപ്പെക്സ് കമ്പനിയുടെ സിഇഒ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെക്ക ഗോഡ്സില്ലയ്ക്ക് ഇപ്പോഴും 40% പവർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 60% പവർ ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടത്രേ. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു പവർ സോഴ്സ് അപ്പെക്സ് കമ്പനിയുടെ കയ്യിലില്ല. അതിനു വേണ്ടിയിട്ടാണ് നേതൻ്റെ സഹായത്തോടെ അപ്പെക്സ് കമ്പനി ഹോളോ എർത്തിലുള്ള പവർ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ മെക്ക ഗോഡ്സില്ലയുടെ കണ്ണിൽ ഓർക്ക ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മെഷീൻ വെച്ചിട്ട് ഗോഡ്സില്ലയ്ക്ക് ഒരു ഇമ്പൾസ് അയക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോഡ്സില്ല ഹോങ്കോങ്ങിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോങ് അയലിനെയും സംഘത്തെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുള്ളിലേക്ക് കോങ് മാത്രം കയറിപ്പോകുന്നു. അവിടെ ഒരു കോടാലി കോങ്ങിന് ലഭിക്കുന്നു. ആ കോടാലി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നറിയോ? ഗോഡ്സില്ലയുടെ നട്ടെല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? ഗോഡ്സില്ലയും കോങ്ങുമായിട്ട് പരമ്പരയായിട്ട് ശത്രുതയിലാണ് എന്നാണ്. അതുകൊണ്ടാണ് കോങ് വെളിയിൽ വന്ന ഉടനെ തന്നെ ഗോഡ്സില്ല പോയിട്ട് ആക്രമിക്കുന്നത്. അതിനുശേഷം ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരും ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. കോങ് ആവട്ടെ അവിടെ പോയിട്ട് ഒരു സിംഹാസനം
സിംഹാസനത്തിൽ കയറി ഇരിക്കുന്നു. രാജാവിനെ പോലെ. അപ്പോൾ അവിടെയാണ് കോങ്ങിന്റെ ഒറിജിൻ. ഓർക്കയിൽ നിന്ന് വന്ന ആ സിഗ്നൽ വെച്ചിട്ട് ഗോഡ്സില്ല ഹോങ്കോങ്ങിലെത്തുന്നു. കോങ്ങിന്റെ കയ്യിൽ ഒരു കോടാലി ഉണ്ടായിരുന്നില്ലേ, അത് അവനൊരു അച്ചിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഹോളോ എർത്തിന്റെ പവർ ഉപയോഗിച്ച് ആ കോടാലി ചാർജ് ആവുന്നു. ഗോഡ്സില്ലയുടെ പുറത്തും ഇതുപോലെ ഒരു ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ റീസണും ഇതേ പവർ സോഴ്സ് തന്നെയാണ്. ഈ പവർ സോഴ്സിന് വേണ്ടി തന്നെയാണ് അപ്പെക്സ് കമ്പനി കോടികൾ ചെലവാക്കി ഇവരെയും കൊണ്ട് ഈ ഹോളോ എർത്തിലേക്ക് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ മായ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു റോബോട്ടിനെ റിലീസ് ചെയ്യുന്നു. ആ റോബോട്ട് ആ എനർജി സോഴ്സിന്റെ ഒരു സാമ്പിൾ എടുത്ത് അപ്പെക്സ് കമ്പനിയുടെ ബേസിലേക്ക് അയക്കുന്നു. അങ്ങനെ മായ വന്ന ജോലി പൂർത്തിയായി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു എന്നറിയോ? സ്വാർത്ഥയായ അവൾ മറ്റുള്ളവരെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ഫ്ലൈറ്റിൽ കയറി അവളും അവളുടെ കൂട്ടാളികളും മാത്രം തിരിച്ചു പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് കുറേ മോൺസ്റ്റേഴ്സ് വന്ന് ഈ വിമാനമൊക്കെ ആക്രമിക്കാൻ തുടങ്ങുന്നു. മായ രക്ഷപ്പെടാമെന്നൊക്കെ കരുതി എല്ലാവരും ചേർന്ന് അതിൽ മോൺസ്റ്റേഴ്സിനെയൊക്കെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ കോങ് എന്ത് ചെയ്തു എന്നറിയോ? മായയുടെ വിമാനം പിടിച്ച് റെറ്റഞ്ഞെക്ക് ബൂം. അങ്ങനെ മായയുടെ കഥ മായയായിപ്പോയി. ഇപ്പോൾ അവിടെ നിറച്ച് മോൺസ്റ്റേഴ്സ് അല്ലേ, ആ മോൺസ്റ്റേഴ്സ് എല്ലാം ചേർന്നിട്ട് അയലിനെയും ജിയെയും നേതനെയും ഒക്കെ ആക്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് ഗോഡ്സില്ലയുടെ വായിൽ നിന്നുള്ള അറ്റോമിക് ബ്രത്ത് വരുന്നു. എന്താ സംഭവം എന്നറിയോ? ഗോഡ്സില്ല ഹോങ്കോങ്ങിലേക്ക് പോയിട്ടല്ലേ ഉള്ളത്, പക്ഷേ ഹോളോ എർത്തിൽ നിന്ന് പെട്ടെന്ന് പവർ സോഴ്സ് ഓണായത് കണ്ടിട്ട് ഗോഡ്സില്ല ആ ഭൂമിക്കടിയിലേക്ക് അല്ലെങ്കിൽ ഹോളോ എർത്തിലേക്ക് അവൻ്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ഭൂമിക്ക് മുകളിൽ നിന്ന് താഴെ വരെ ഒരു വലിയ കുഴി രൂപപ്പെടുന്നു. അപ്പോൾ നേതനും അയലിനും ജിയയും അവിടെ ബാക്കിയുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് ആ ദ്വാരം വഴി മുകളിലേക്ക് പോകുന്നു. കോങ് കയ്യിലുണ്ടായിരുന്ന ആ കോടാലിയും എടുത്തിട്ട് ഗോഡ്സില്ലയുടെ കഥ തീർക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ മാഡിസണും സംഘവും ഇപ്പോഴും അപ്പെക്സ് കമ്പനിയുടെ ഹോങ്കോങ് ബേസിലാണല്ലോ ഉള്ളത്. അവിടുത്തെ ആൾക്കാർ ഇവരെ കണ്ടുപിടിക്കുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെടുന്നു. മറ്റൊരു സ്ഥലത്ത് കോങ്ങും ഗോഡ്സില്ലയും വീണ്ടും കണ്ടുമുട്ടുന്നു. പരമ്പരയായിട്ടുള്ള കുടിപ്പകയല്ലേ, രണ്ടു പേരും കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും പരസ്പരം നല്ല കിട്ടിലൻ അടി തുടങ്ങുന്നു. കോങ്ങിനെ കണ്ട ഉടനെ ഗോഡ്സില്ല വായിൽ നിന്ന് അറ്റോമിക് ബ്രത്ത് പുറത്തുവിടുന്നു. കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് കോങ് അത് തടഞ്ഞതിന് ശേഷം ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാടി കയറി അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടി പോകുന്നു. അതിനുശേഷം കോങ് എന്ത് ചെയ്തു എന്നറിയോ? കയ്യിലുണ്ടായിരുന്ന ആ കോടാലി വെച്ച് അവന്റെ അറ്റോമിക് ബ്രത്ത് തടഞ്ഞ് പറന്ന് വന്ന് ഗോഡ്സില്ലയുടെ തലയിലേക്ക് അടി. ഗോഡ്സില്ല ഒന്ന് അടിപതറി താഴെ വീഴുന്നു. പക്ഷെ ഗോഡ്സില്ല മരിച്ചു പോകുന്നൊന്നുമില്ല. അവൻ എഴുന്നേറ്റ് കോങ്ങിനെ പിടിച്ച് അടി. പാവം കോങ് ഒരുപാട് അടികൾ വാങ്ങി രണ്ടുപേരും പരസ്പരം അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കോങ് ഗോഡ്സില്ലയുടെ മുന്നിൽ തോൽക്കുമെന്നായി. പാവം കുറച്ച് വയസ്സായെന്ന് തോന്നുന്നു, പഴയ പോലെ എനർജിയൊന്നുമില്ല. ഒടുവിൽ കോങ് തന്റെ തോൽവി സമ്മതിക്കുന്നു. ഇതേസമയം മാഡിസണും സംഘവും അപ്പെക്സ് കമ്പനിയുടെ പിടിയിലായിട്ടല്ലേ ഉള്ളത്. അതിൻ്റെ CEO ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെക്കാ ഗോഡ്സില്ല ഭയങ്കര സംഭവമാണ്, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ്, അതിന് ഭയങ്കര പവർ ഉണ്ട്, അത് വെച്ച് ഗോഡ്സില്ലയെ തന്നെ അത് കൊല്ലാൻ പോവുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാളുടെ മകള് അയച്ച ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോൾ മെക്കാ ഗോഡ്സില്ലയ്ക്ക് 100% പവറും കൊടുത്തിരിക്കുകയാണ്. അതോടെ റെന്നിന്റെ കൺട്രോളിൽ നിന്നും മെക്കാ ഗോഡ്സില്ല പുറത്തു വരുന്നു. എന്നിട്ട് ഇത്രയും നേരം തന്നെ പറ്റി ബിൽഡപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പെക്സ് CEOയെ തന്നെ തല്ലിക്കൊല്ലുന്നു. ശേഷം അത് അപ്പെക്സ് കമ്പനിയുടെ ആ ബിൽഡിംഗ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതോടെ ഒറിജിനൽ ഗോഡ്സില്ല മെക്കാ ഗോഡ്സില്ലയെ കാണുന്നു. രണ്ടു പേരും കൊലവെറിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒറിജിനൽ ഗോഡ്സില്ലയും മെക്കാ ഗോഡ്സില്ലയും പരസ്പരം അടി തുടങ്ങി. ഭീകരമായ യുദ്ധം. പക്ഷെ മെക്കാ ഗോഡ്സില്ലയ്ക്ക് ഭയങ്കര പവർ കൂടുതലാണ്. ഗോഡ്സില്ലയും മെക്കാ ഗോഡ്സില്ലയും രണ്ടുപേരും പരസ്പരം തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോഡ്സില്ലയ്ക്ക് മെക്കാ ഗോഡ്സില്ലയെ തോൽപ്പിക്കാനാകുന്നില്ല. മെക്കാ ഗോഡ്സില്ലയുടെ പവർ കാരണം ഗോഡ്സില്ല തെറിച്ചു വീഴുന്നു. അവന് പരിക്കേൽക്കുന്നു. നമ്മുടെ കോങ്ങാകട്ടെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയിൽ കിടക്കുകയാണ്. നമ്മുടെ പാവം ജിയക്കുട്ടി കോങ്ങിന്റെ അടുത്ത് പോയിട്ട് കോങ്ങിനെ നോക്കുന്നു. അവന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വളരെ പതുക്കെയാണ്. അപ്പോൾ ജിയോയ്ക്ക് മനസ്സിലായി കോങ് മരിക്കാൻ പോവുകയാണ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അയലിനും നേതനും അങ്ങോട്ടേക്ക് വരുന്നു. ജിയ അവരോട് കാര്യം പറയുന്നു. കോങ്ങിന്റെ ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞുവെന്നും അവനിപ്പോൾ മരിച്ചു പോകുമെന്നും പറയുന്നു. ഇനി കോങ്ങിന്റെ ഹാർട്ട് ബീറ്റ് പഴയ രീതിയിലാക്കണമെങ്കിൽ, അവന് വീണ്ടും ശക്തി കിട്ടണമെങ്കിൽ വലിയ ഒരു പവർ സോഴ്സ് വേണം. അത് എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർ. പെട്ടെന്ന് നേതന് ഒരു ഐഡിയ വരും. അവൻ ഉടനെ തന്നെ അകത്തേക്ക് എന്തിനാണെന്നറിയോ? ആ വലിയ വിമാനം ഉണ്ടായിരുന്നല്ലോ, ഇവര് ഹോളോ എർത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിമാനം, അതിന്റെ പവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലോസ് വേഗാസിൽ ഒരാഴ്ച പവർ എത്ര ഉപയോഗിക്കണം അത്രയും പവർ അതിന് വേണമെന്ന്. അപ്പോൾ അതെടുത്തുകൊണ്ടുവന്ന് കോങ്ങിന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കുന്നു. അതോടെ കോങ്ങിന് എനർജി കിട്ടുകയും അവൻ എഴുന്നേറ്റ് വരികയും ചെയ്യുന്നു. ഞാൻ വീഴ്വേൻ എന്ത് നിനത്തായോ എന്ന് പേട്ടയിൽ രജനി പറഞ്ഞ പോലെ. അപ്പോൾ ജിയ അവനോട് പറയും, ഗോഡ്സില്ല നിന്റെ ശത്രുവല്ല, നിന്റെ ഫ്രണ്ടാണ് എന്ന്. സൈൻ ലാംഗ്വേജിലാണ് പറയുന്നത്. കോങ്ങിന് അത് മനസ്സിലാവുകയും ചെയ്യും.
ഇപ്പോൾ മെക്കാ ഗോഡ്സില്ല നമ്മുടെ ഗോഡ്സിലയെ പിടിച്ച് പടക്കം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അതിൻ്റെ വാ പൊളർന്ന് അതിൻ്റെ വായിലേക്ക് അറ്റോമിക് ബ്രത്ത് വിടാൻ തയ്യാറെടുക്കുകയാണ്. അതായത് നമ്മുടെ ഗോഡ്സിലയെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ തലവൻ കോങ് അതിൻ്റെ മുകളിലേക്ക് ചാടി കയറി മെക്കാ ഗോഡ്സിലയുടെ വാ പിടിച്ച് പൊളക്കുന്നു. അപ്പോൾ ആറ്റോമിക് ബ്രത്ത് ആകാശത്തേക്ക് പോവുകയും ചെയ്യുന്നു. മെക്കാ ഗോഡ്സില കുടഞ്ഞ് കോങ്ങിനെ തള്ളി താഴെ ഇടുന്നു. എന്നിട്ട് കോങ്ങിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒറിജിനൽ ഗോഡ്സില വന്ന് അടിച്ച് ഇവനെ തെറിപ്പിക്കുന്നു. അങ്ങനെ ഒറിജിനൽ ഗോഡ്സിലയും കോങ്ങും കൂടി രണ്ടുപേരും ടീമായിട്ട് മെക്കാ ഗോഡ്സിലേക്കിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടക്കം പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മെക്കാ ഗോഡ്സില ഭയങ്കര പവർഫുൾ അല്ലേ, അത് ഇവർക്ക് രണ്ടുപേർക്കും കണക്കിന് തല്ലുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കോങ്ങിന് തൻ്റെ കോടാലി കൈ കിട്ടുന്നു. അവൻ അതെടുത്ത് മെക്കാ ഗോഡ്സിലക്കിട്ട് പടക്കം ഒന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിന് വലുതായിട്ടൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. മെക്കാ ഗോഡ്സില്ല ഇവരെ രണ്ട് പേരെയും എടുത്ത് തലങ്ങും അറഞ്ചം പൊറഞ്ചം തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാഡിസണും സംഘത്തിനും ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ദൂരത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ട്. ആ കമ്പ്യൂട്ടറുമായിട്ടാണ് മെക്കാ ഗോഡ്സില്ലക്ക് കണക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മെക്കാ ഗോഡ്സില്ലയെ തളയ്ക്കാനാവുമെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ ജോഷ് ഉണ്ടായിരുന്നല്ലോ മാഡിസന്റെ ഫ്രണ്ട്, അവൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ബ്രാൻഡിക്കുപ്പിയാണെന്ന് തോന്നുന്നു എടുത്ത് ആ കമ്പ്യൂട്ടറിലേക്ക് അങ്ങ് ഒഴിക്കുന്നു. അതോടെ ഷോർട്ട് സർക്യൂട്ട് അല്ലേ, അടിച്ചു പോകില്ലേ സാധനം. അങ്ങനെ അതിൻ്റെ അകത്ത് തീയും പുകയൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ മെക്കാ ഗോഡ്സിലേക്കും എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുന്നു. അതിന്റെ പവറൊക്കെ കുറഞ്ഞു പോലെ. ആ സമയം നോക്കിയിട്ട് നമ്മുടെ കോങ് കോടാലി എടുത്ത് അവനെ വെട്ടാൻ നോക്കുമ്പോൾ നമ്മുടെ ഗോഡ്സിൽ അറ്റോമിക് ബ്രത്ത് ആ കോടാലിയിലേക്ക് കൊടുക്കുന്നു. അതോടെ കോടാലി വീണ്ടും ചാർജ് ആവുന്നു. കോടാലി വെച്ച് കോങ് മെക്കാ ഗോഡ്സിലയുടെ ഒരറ്റാ വെട്ട് ഒരു കൈ തീർന്നു. അടുത്ത വെട്ടിന് അടുത്ത കൈയും അടുത്ത വെട്ടിന് അതിന്റെ കാലും വെട്ടി തീർക്കുന്നു. അതോടെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് എടുത്ത് അവന്റെ തലക്ക് ഒരറ്റാ വെട്ട്. എന്നിട്ട് അതിന്റെ തല പിഴുത് വലിച്ചെടുക്കുന്നു നമ്മുടെ കോങ്. എന്നിട്ട് അത് നോക്കി അലറി വിളിക്കുകയാണ് കോങ് ചെയ്യുന്നത്. അങ്ങനെ മെക്കാ ഗോഡ്സില്ലയുടെ കഥ നമ്മുടെ തലവൻ കോങ്ങും ഗോഡ്സിലയും കൂടി തീർത്ത് കളയുന്നു. അങ്ങനെ ഹോങ്കോങ്ങിലെ ജനങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം ഹഗ് ചെയ്തും കെട്ടിപ്പിടിച്ചും ഒക്കെ നടക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് കോങ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗോഡ്സിലയും അതിനെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. പരമ്പരയായിട്ടുള്ള പകയല്ലേ, വീണ്ടും രണ്ടും കൂടി തല്ലുകൂടുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോങ് പാവം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി പതിയെ താഴേക്കിടുന്നു. അത് കണ്ടപ്പോൾ ഗോഡ്സിലയ്ക്കും കോങ് ഇനി തന്നെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും പരമ്പരയായിട്ടുള്ള അവരുടെ കുടിപ്പക മറന്ന് അവരവരുടെ വഴിക്ക് നീങ്ങുന്നു. ഗോഡ്സില്ല നേരെ കടലിലേക്കും കോങ് അവന്റെ പൂർവികർ താമസിച്ചിരുന്ന ഹോളോ എർത്തിലേക്കും പോകുന്നു. അങ്ങനെ ഹോളോ എർത്തിന്റെ രാജാവായി കോങ് അവിടെ താമസിക്കുന്നു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഏതായാലും സിനിമയും കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്തത് സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് തീർച്ചയായും ഞാൻ ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ വീണ്ടും പുതിയ കഥയുമായിട്ട് കാണാം. അതുവരെ ഒരു ബൈ പറഞ്ഞേക്കടോ. ബൈ.